കേരളത്തിന് അനുവദിച്ച ESI മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ തന്നെ അട്ടിമറിച്ചുവെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. അനവധി ആളുകൾക്ക് ആശ്രയമാകേണ്ട കേന്ദ്രമാണ് സംസ്ഥാന സർക്കാർ തന്നെ തടഞ്ഞത്. കേരള സർക്കാർ സ്വീകരിക്കുന്നത് നിഷേധാത്മക സമീപനമാണെന്നും മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ വ്യക്തമാക്കി. കൊല്ലം ആശ്രാമം ESI സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ തന്നെ അട്ടിമറിച്ചു എന്നാണ് കേന്ദ്ര തൊഴിൽ മന്ത്രി വ്യക്തമാക്കിയത്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് പലതവണ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ നൽകിയില്ല. അനവധി പേർക്ക് തൊഴിൽ ലഭിക്കേണ്ട അവസരം മാത്രമല്ല, സാധാരണക്കാരന് ആശ്രയമാകേണ്ട ആശുപത്രി കൂടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അട്ടിമറിച്ചതെന്ന് മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ തുറന്നടിച്ചു. अभी थोड़े दिन पहले मैंने ESIC की एक मेडिकल कॉलेज दी. मैंने मेडिकल कॉलेज इसलिए दी कि वहां के युवाओं को मेडिकल में अध्ययन करने का अवसर मिले. वहां के जब मेडिकल कॉलेज चालू होगी तो 100, 200, 300 लोगों को रोजगार मिलेगा. प्रेमचंद्रन जी ने बोर्ड में मेरे सामने प्रस्ताव रखा था, मैंने वो अप्रूव करा. और एसेंशियल सर्टिफिकेट आवश्यक होता है मेडिकल कॉलेज को NMC ने अप्रूव करने के लिए, क्योंकि मैं हेल्थ मिनिस्टर रहा हूं. राज्य सरकार ने मेडिकल कॉलेज चालू करने के लिए एसेंशियल सर्टिफिकेट नहीं दिया. वो कामगार की बात करते हैं. 50 MBBS സീറ്റുകളിലേക്ക് 2026-27 അധ്യയന വർഷം പ്രവേശനം നടത്തുവാനുള്ള ESI കോർപ്പറേഷന്റെ തീരുമാനത്തെ സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് അട്ടിമറിച്ചത്. 600 കോടി രൂപയോളം പൂർണ്ണമായും കേന്ദ്ര സഹായം ലഭിക്കുന്ന വൻകിട പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ പിടിവാശി മൂലം നഷ്ടമായത്. കേരളത്തിന് എയിംസ് ലഭിക്കാത്തതിൽ പരാതി പറയുന്ന സംസ്ഥാന സർക്കാർ എയിംസിന് സമാനമായ സൗകര്യത്തോടെ തൊഴിലാളികൾക്കായി ESI കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയെ ഉയർത്തുന്നതിനെ എതിർക്കുകയാണ്. കൊല്ലത്ത് CPM നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ കച്ചവട താൽപര്യം സംരക്ഷിക്കാൻ കൂടിയാണ് തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും കുറഞ്ഞ ചെലവിലുള്ള വിദഗ്ധ ചികിത്സ നിഷേധിച്ചതെന്ന് സ്ഥലം MP NK പ്രേമചന്ദ്രനും വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.